വയനാട്ടിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ചിമ്മിനി ഉൾക്കാടുകളിൽ വനം വകുപ്പ് പരിശോധന കർശനമാക്കി. ചാലക്കുടിയിൽ ഇന്നസെന്റ് MP തന്നെ മത്സരിക്കും. ഒരവസരം കൂടി നൽകാൻ CPM സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനം. വീണ്ടും ജനവിധി തേടിയാലും ജയം ഉറപ്പെന്ന ഇന്നസെന്റ്. പാലപ്പിള്ളി കൊച്ചിൻ മലബാർ കമ്പനിയുടെ ചിമ്മിനി ഹെഡ് ഓഫീസ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചു. ശമ്പളം ഗഡുക്കളായി നൽകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ജില്ലാ സഹകരണ ബാങ്കിനെ സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം. 2/3 ഭൂരിപക്ഷത്തോടെയാണ് ലയന പ്രമേയം അംഗീകാരം നേടിയത്. തൃശൂർ നഗരത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ അംഗീകാരം. സംയുക്ത പരിശോധനയ്ക്ക് ശേഷം 20-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ യോഗത്തിൽ ധാരണ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വയനാട്ടിൽ മാവോയിസ്റ്റ് സംഘവുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലയിലും ജാഗ്രത. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വയനാട് വൈത്തിരി ലക്കിടി റിസോർട്ടിൽ മാവോയിസ്റ്റ് സംഘവും പോലീസും തമ്മിൽ നടന്ന വെടിവെപ്പിൽ മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് ശേഷം മാവോയിസ്റ്റ് സംഘം വനത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ജില്ലയിലെ വനാതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. മലക്കപ്പാറ, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം വേണമെന്നും നിർദ്ദേശമുണ്ട്. 6 വർഷം മുൻപ് ഷോളയാർ ആനക്കയം കോളനിയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ ആനക്കയം കാടർ കോളനിയിലെ വീടുകൾ ആൾതാമസമില്ലാതെ കിടക്കുകയാണ്. പ്രളയകാലത്തെ ഉരുൾപൊട്ടലിൽ ആനക്കയത്തെ കാടർ വിഭാഗക്കാരെ ഇവിടെ നിന്നും മാറ്റിയിരുന്നു. കൽപ്പറ്റയിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായ പശ്ചാത്തലത്തിൽ ചിമ്മിനി ഉൾക്കാടുകളിൽ വനം വകുപ്പ് പരിശോധന കർശനമാക്കി. പാലക്കാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഉൾക്കാടുകളിലാണ് വനം വകുപ്പിന്റെ പരിശോധന. സംശയാസ്പദമായ രീതിയിൽ ആരെ കണ്ടാലും ചോദ്യം ചെയ്യാനും വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ട്. ഉൾക്കാടുകളിൽ ഫയർ ലൈൻ നിർമ്മിക്കുന്ന ആദിവാസികൾക്കും വനം വകുപ്പിലെ വാച്ചർമാർക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. വനമേഖല ഉൾപ്പെടുന്ന വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ആഭ്യന്തര വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതേ തുടർന്ന് പാലപ്പിള്ളി, എച്ചിപ്പാറ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. ചാലക്കുടിയിൽ ഇന്നസെന്റ് MP തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകും. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. ഇന്നസെന്റിന് ഒരു അവസരം കൂടി നൽകാൻ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ചാലക്കുടി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്നസെന്റിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് ചില നേതാക്കൾ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നിർവാഹക സമിതി അംഗീകരിച്ചു. ഇതോടെ തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി CPIയിലെ രാജാജി മാത്യു തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഔദ്യോഗിക അംഗീകാരമായി. ശമ്പളം കൃത്യമായി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാലപ്പിള്ളി കൊച്ചിൻ മലബാർ കമ്പനിയുടെ ചിമ്മിനി ഹെഡ് ഓഫീസ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചു. കമ്പനി ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, 2 ജീവനക്കാർ എന്നിവരെയാണ് തൊഴിലാളികൾ ഉപരോധിച്ചത്. എല്ലാ മാസവും 7-ാം തീയതിയാണ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നത്. കഴിഞ്ഞ 3 മാസമായി തൊഴിലാളികൾക്ക് ശമ്പള ദിവസം പകുതി ശമ്പളവും ബാക്കി ശമ്പളം 2 ആഴ്ചയ്ക്കുള്ളിലുമാണ് നൽകിയിരുന്നത്. മുഴുവൻ ശമ്പളവും ഒരു ദിവസം തന്നെ നൽകണമെന്ന് കഴിഞ്ഞ മാസം തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വ്യാഴാഴ്ച പകുതി ശമ്പളം തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് തൊഴിലാളികൾ പ്രകോപിതരായത്. കമ്പനിയുടെ ചിമ്മിനി, എച്ചിപ്പാറ, പുതുക്കാട് ഡിവിഷനുകളിലെ തൊഴിലാളികൾ സംഘടിച്ച് ഹെഡ് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ 200ഓളം തൊഴിലാളികളാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. ഓഫീസിലെ സ്ത്രീകളായ 2 ജീവനക്കാരെ 5 മണിക്ക് പോകാൻ അനുവദിച്ചെങ്കിലും മറ്റുള്ളവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ തൊഴിലാളികൾ ഉപരോധിക്കുകയായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയോടെയാണ് ഉപരോധ സമരം നടത്തുന്നത്. കമ്പനിയുടെ 3 ഡിവിഷനിലായി 400 സ്ഥിരം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. 6000 രൂപയാണ് ഓരോ തൊഴിലാളികൾക്കും ലഭിക്കുന്ന പരമാവധി മാസശമ്പളം. അതിൽ നിന്ന് പകുതി ശമ്പളം മാത്രം ലഭിക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശമ്പളം ഗഡുക്കളായി നൽകുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഉപരോധ സമരം 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കളും കമ്പനി മാനേജ്മെന്റും തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. അടുത്ത ചൊവ്വാഴ്ച ബാക്കി ശമ്പളം നൽകാമെന്ന കമ്പനിയുടെ തീരുമാനം തൊഴിലാളികൾ അംഗീകരിച്ചില്ല. അടുത്ത ദിവസം തന്നെ ശമ്പളം നൽകാമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഉപരോധ സമരം അവസാനിപ്പിക്കുകയുള്ളൂവെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. TCV പുതുക്കാട്. ജില്ലാ സഹകരണ ബാങ്കിനെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് 3/2 ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം. ലയന പദ്ധതി സംബന്ധിച്ച് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അഭിപ്രായ സമർപ്പണത്തിലാണ് അംഗീകാരമായത്.
ലയന പദ്ധതി അംഗീകരിക്കൽ, ആസ്തി ബാധ്യതകളുടെ കൈമാറ്റം, ലയനം പൂർണ്ണമാക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തൽ എന്നീ 3 പ്രമേയങ്ങളാണ് 3/2 ഭൂരിപക്ഷത്തോടെ യോഗം അംഗീകരിച്ചത്. ഹൈക്കോടതി നിർദ്ദേശാനുസരണം ജില്ലാ കളക്ടർ ടി.വി. അനുപമയുടെ നിരീക്ഷണത്തിലായിരുന്നു യോഗ നടപടികൾ. ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ടി.കെ. സതീഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ 163 ജനപ്രതിനിധികളിൽ 155 പേർ അഭിപ്രായം രേഖപ്പെടുത്തി. 106 പേർ അനുകൂലിക്കുകയും 48 പേർ പ്രതികൂലിക്കുകയും ചെയ്തു. 1 അസാധുവായി. തൃശൂർ നഗരത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ അംഗീകാരം. തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ഭേദഗതി ചെയ്യാൻ അനുമതി ലഭിച്ചത്. സംയുക്ത പരിശോധനയ്ക്ക് ശേഷം 20-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി. 2012 തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി മാസ്റ്റർ പ്ലാൻ ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചത്. 515 പരാതികളാണ് മാസ്റ്റർ പ്ലാനിനെതിരെ ലഭിച്ചത്. ചർച്ചയിൽ മേയർ അജിത വിജയൻ, ജില്ലാ DPC അംഗം വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. കടലിൽ തീവ്രവാദ പരിശീലന സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്നുള്ള പരിശോധനയ്ക്കിടയിൽ തമിഴ്നാട് സ്വദേശി പിടിയിലായി. അഴീക്കോട് തീരദേശ പോലീസ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി സത്യരാജിനെ കസ്റ്റഡിയിലെടുത്തത്. വായു നിറച്ച എഞ്ചിൻ ഘടിപ്പിച്ച ജെമിനി ബോട്ടിൽ പുലർച്ചെ ഇയാൾ കായിക പരിശീലനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ സത്യരാജിനെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ സാഹസിക യാത്രികനായ ഇയാൾ തമിഴ്നാട് കൃഷിവകുപ്പിൽ ജീവനക്കാരനാണെന്ന് വ്യക്തമായി. തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട ശേഷം സത്യരാജിനെ വെട്ടയച്ചു. കോസ്റ്റൽ SI N. ഷിബു, ഇന്റലിജൻസ് ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർ VN പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് തമിഴ്നാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത്. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരമേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പട്ടിക്കാട് വഴുക്കുംപാറ തോണിക്കലിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ജൈവ കർഷകനായ കളത്തിക്കുടി മനോജിന്റെ പാട്ടഭൂമിയിലെ 100ഓളം കുലച്ച വാഴകളാണ് കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിച്ചത്. തോണിക്കലിൽ സോളാർ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പ്രളയകാലത്ത് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഈ ഭാഗത്ത് വൈദ്യുതി വേലികൾ തകർന്നിട്ടുണ്ട്. ഇതിലൂടെയാണ് കാട്ടാനകൾ കടന്നുവരുന്നത്. പലതവണ വനംവകുപ്പ് അധികാരികളെ ഇക്കാര്യം അറിയിച്ചെങ്കിലും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനലിൽ യൂണിഫോം നിർബന്ധമാക്കരുതെന്ന് സ്കൂളുകൾക്ക് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. പരീക്ഷാ ഹാളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ചിക്കൻ പോക്സും 5ാം പനിയും ബാധിച്ചവർക്ക് പരീക്ഷാ ഹാളിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തണമെന്നും ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കുടിവെള്ളവും ഫാനും ഉറപ്പാക്കണം. ബൈക്ക് അപകടത്തിൽ വയോധികൻ മരിച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ മനക്കൽ പാടത്ത് 73 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. വെട്ടിക്കാട്ടിരി പള്ളി കേന്ദ്ര ജമാഅത്ത് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റാണ്. ബുധനാഴ്ച രാത്രി വെട്ടിക്കാട്ടിരി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്ക് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദീർഘകാലമായി വെട്ടിക്കാട്ടിരി പള്ളിയിൽ പ്രസിഡന്റായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചൊവ്വൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അരിപ്പാലം സ്വദേശി മരിച്ചു. പരേതനായ ചീനിക്കപ്പറമ്പിൽ അന്തോണി മകൻ 59 വയസ്സുള്ള ആൻസിറ്റസാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ കരിങ്കൽ ക്വാറിയിൽ വീണ് കടങ്ങോട് സ്വദേശി മരിച്ചു.
കുഴിപ്പത്ത് കോളനിയിൽ ചീരത്ത് കോരൻ മകൻ 46 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. വളാഞ്ചേരി എടയൂരിലെ കരിങ്കൽ ക്വാറിയിൽ വെച്ച് വ്യാഴാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ജാക്ക് ഹാമർ തൊഴിലാളിയായ സുരേഷ് പാറ പൊട്ടിക്കാൻ കുഴിയെടുക്കുന്നതിനിടയിൽ മുകളിൽ നിന്ന് വീഴുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ വൈകിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് രണ്ടാം പ്രതി മാർട്ടിൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യം. വിചാരണ വൈകിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നത് എന്തിനാണെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പ്രതിയുടെ ആവശ്യം കോടതി തള്ളി. മാർച്ച് 8 ലോക വനിതാ ദിനം. സ്ത്രീത്വത്തിൻ്റെ ആഘോഷമായി ഒരു വനിതാ ദിനം കൂടി കടന്നെത്തുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ശാരീരിക വെല്ലുവിളികളെ കരുതലോടെ നേരിട്ട് മാതൃകയാവുകയാണ് സീന എന്ന അധ്യാപിക. തൃശൂർ രാമവർമ്മപുരം GVHS സ്കൂളിലെ പ്രധാനാധ്യാപികയായ സീന കഴിഞ്ഞ 24 വർഷമായി അധ്യാപന രംഗത്ത് സജീവമാണ്. 2 വർഷത്തിലേറെയായി രാമവർമ്മപുരത്ത് പ്രധാനാധ്യാപികയായി ജോലി ചെയ്തു വരുന്നു. എത്ര ഓടി നടന്നാലും ചെയ്തു തീരാനാകാത്ത കാര്യങ്ങളാണ് തന്റെ വീൽചെയറിൽ സഞ്ചരിച്ച് ഈ അധ്യാപിക സ്കൂളിനു വേണ്ടി ചെയ്തു വരുന്നത്. തൃശൂർ ചിറ്റാട്ടുകര ആളൂർ വീട്ടിൽ ചാക്കുണ്ണിയുടെയും ലില്ലിയുടെയും 6 മക്കളിൽ ഇളയവളായ സീനയ്ക്ക് പേശികളുടെ ബലം കുറയുന്ന രോഗമാണെന്നറിഞ്ഞിട്ടും തന്റെ മാതാപിതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതിനിടെയാണ് വിധിയെന്നോണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സീനയുടെ വീഴ്ച. കോരിച്ചൊറിയുന്ന മഴയത്ത് വീട്ടിലേക്ക് നടക്കുന്നതിനിടെ പെട്ടെന്ന് വീഴുകയായിരുന്നു. പിന്നീടുള്ള ജീവിതം വളരെ കരുതലോടെയായിരുന്നു. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒരു കരുതലെടുത്തിരുന്നു. കോളേജ് പഠനകാലത്ത് സഹതപിക്കാനോ പരിതപിക്കാനോ നിൽക്കാതെ ഒപ്പം നിന്ന കൂട്ടുകാർ സമ്മാനിച്ച ധൈര്യമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് സീന പറയുന്നു. അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചപ്പോഴും രോഗം വില്ലനായി സീനയെ പിന്തുടർന്നു. അധ്യാപികയിൽ നിന്ന് പ്രധാനാധ്യാപികയായി സ്ഥാനക്കയറ്റം കിട്ടിയ സമയത്താണ് വീണ് മുട്ടിന്റെ ചിരട്ട തകർന്നത്. അങ്ങനെ 1.5 മാസം കാറിൽ കിടന്നുകൊണ്ടാണ് ടീച്ചർ സ്കൂൾ ഭരിച്ചത്. ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് മകൻ സെബാസ്റ്റ്യന്റെ ആഗ്രഹപ്രകാരം ഇലക്ട്രിക് വീൽചെയറിൽ സഞ്ചാരം ആരംഭിച്ചത്. ഭർത്താവ് ജേക്കബും ഇതിന് പിന്തുണയേകി. പള്ളിയിലും പ്രധാനാധ്യാപക സംഗമത്തിലെല്ലാം വീൽചെയറിൽ ഓടിയെത്തുന്ന സീനയ്ക്ക് മനസ്സു നിറയെ ജീവിതത്തോടുള്ള സ്നേഹവും പ്രതീക്ഷയുമാണ്. ഏതൊരു മേഖലയിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്, നമ്മുടെ കോൺഫിഡൻസാണ് അവിടെ ആവശ്യം. അവിടെ ചെല്ലുമ്പോൾ പുരുഷന്മാരെല്ലാവരും നമ്മൾ അംഗീകരിക്കും, അതിലൊരു സംശയമില്ല. നമ്മൾ മുന്നോട്ട് പോകണം, നമ്മൾ ഏറ്റെടുക്കണം. വെല്ലുവിളികളെ ഏറ്റെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനിടെ പല അംഗീകാരങ്ങളും ടീച്ചറെ തേടിയെത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും തളരാതെ മുന്നോട്ടു പോകുവാനുള്ള സന്ദേശമാണ് തന്റെ ജീവിതം കൊണ്ട് ഈ അധ്യാപിക പ്രാവർത്തികമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ സ്വയം പരിശീലന കേന്ദ്രം അധികൃതരുടെ അവഗണനയിൽ. 1.5 പതിറ്റാണ്ടായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ വനിതാ പരിശീലന കേന്ദ്രമാണ് നോക്കുകുത്തിയായി മാറിയത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ വനിതകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനും വ്യവസായത്തിനുമായി 2005-ലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വ്യവസായ കേന്ദ്രത്തിൽ 100ഓളം വനിതകൾക്കാണ് തൊഴിൽ സാധ്യത ഉണ്ടായിരുന്നത്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ യൂണിറ്റുകളുടെ പ്രവർത്തനം ദിവസങ്ങൾക്കുള്ളിൽ നിർത്തിവച്ചു. വെളിച്ചെണ്ണ ബോട്ടിലിംഗ്, പാളപാത്ര നിർമ്മാണം, വ്യവസായ കേന്ദ്രം എന്നീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ കെട്ടിടങ്ങളും ഉപകരണങ്ങളും ഉപയോഗശൂന്യമായി. പുഴങ്കര പുത്തൻകുളത്തിൽ കാവു അമ്മ നൽകിയ സ്ഥലത്താണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഉപകരണങ്ങൾ തുരുമ്പെടുക്കുകയും ജനലുകളും വാതിലുകളും തകർന്ന നിലയിലുമാണ്. ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യപാനവും മയക്കുമരുന്നുകളുടെ വ്യവഹാരവും നടക്കുന്നുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. വ്യവസായ കേന്ദ്രത്തിന്റെ അകത്തും പുറത്തുമായി ഉപേക്ഷിക്കപ്പെട്ട മദ്യക്കുപ്പികളും ലഹരി പദാർത്ഥങ്ങളുടെ പാക്കറ്റുകളും കുന്നുകൂടി കിടക്കുകയാണെന്നത് ഇതിന് തെളിവാണ്. ഇതിനെതിരെ പരിസരവാസികൾ നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ വിവിധ ഘട്ടങ്ങളിൽ വ്യവസായ കേന്ദ്രത്തിനായി ഫണ്ട് ചെലവിട്ടതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് നാട്ടുകാർ വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. കെട്ടിടവും പരിസരവും വൃത്തിയാക്കി പദ്ധതി പുനരാരംഭിക്കുമെന്ന അറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. വനിതകളെ സ്വയം പര്യാപ്തമാക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ വ്യവസായ കേന്ദ്രം ഇന്ന് അഴിമതിയുടെയും അവഗണനയുടെയും സ്മാരകമായി തീർന്നിരിക്കുകയാണ്. കെട്ടിടം നവീകരിച്ച് വനിതകൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ഈ വനിതാ ദിനത്തിൽ ഉയർന്നിരിക്കുകയാണ്. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം രാധിക. സ്ത്രീ സമത്വത്തിനു വേണ്ടി മുറവിളി ഉയരുമ്പോൾ അത് എന്നേ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഗുരുവായൂർ സ്വദേശിനി സ്മിത.
ഇവരുടെ മനക്കരുത്തിനും കൈക്കരുത്തിനും മുന്നിൽ തോറ്റുപോകും ഏതൊരു പുരുഷനും. സ്മിത എന്നത് രേഖകളിലെ പേര് മാത്രമാണ്. നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഇവൾ ചാച്ചുട്ടനാണ്. കൂടുതൽ അടുപ്പമുള്ളവർ ചാച്ചു എന്ന് വിളിക്കും. നന്നേ ചെറുപ്പത്തിലെ കുടുംബ പ്രാരാബ്ധം ചുമലിലായപ്പോൾ തളരാതെ ആണിന്റെ കരുത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മിടുക്കി. ഇവരുടെ യഥാർത്ഥ കഥ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ഏത് പാതിരാത്രിയിലും കിലോമീറ്ററുകളോളം ഒറ്റയ്ക്ക് ബൈക്കോടിച്ചു പോകാനുള്ള ഇവളുടെ അസാമാന്യ ധൈര്യത്തിന് മുന്നിൽ ഏതൊരു ആണൂരത്തിന്റെയും ചങ്കൊന്ന് പിടയ്ക്കും. പൂവാലന്മാർ ഇവൾക്ക് മുന്നിൽ മുട്ടുകുത്തും. ഇത്രയും വിശേഷണത്തിൽ ഒതുക്കാവുന്നതല്ല ഈ യുവതിയുടെ പ്രത്യേകതകൾ. പുരുഷന്മാർ ചെയ്യുന്ന ഏത് ജോലിയും ചെയ്യും. പുകവലിക്കും, വേണമെങ്കിൽ 2 എണ്ണം വീശും. അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും ഇവരുടെ മുഖമുദ്രയാണ്. എന്തിനാണ് വെള്ളമടിക്കുന്നതെന്ന് ചോദിച്ചാൽ നാട്ടിലെ കൂലിപ്പണിക്കാരായ ചെറുപ്പക്കാർ പറയുന്ന ഉത്തരമായിരിക്കും ഇവൾക്കും. ജോലി കഴിഞ്ഞാൽ മേലും കൈയും വേദന മാറ്റണ്ടേ? വീട്ടിലുള്ളവർക്കറിയാം പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ, കൂട്ടുകാരുമൊത്ത് വരിയിട്ട് വീശും. 12 വയസ്സ് മുതൽ കുടുംബഭാരം സ്മിതയുടെ തലയിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ. ഈ സമയത്തുണ്ടായ അച്ഛൻ താമിയുടെ മരണം ഈ കൗമാരക്കാരിയെ തളർത്തിയില്ല. പകരം ഇവളിൽ ഒരു യുവാവിന്റെ കരുത്ത് പുനർജനിക്കുകയായിരുന്നു. കുടുംബം പോറ്റാൻ അമ്മാവന്റെ കൂടെ മണ്ണ് ചുമക്കാൻ പോയി. ഇതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ജോലി സ്മിത നിഷ്പ്രയാസം ചെയ്യും. ഇത് കണ്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. ജോലിയിലുള്ള ഇവളുടെ ആത്മാർത്ഥതയാകാം വലിയ ജോലികൾ ഇവരെ തേടി വന്നു തുടങ്ങി. മണ്ണ് ചുമക്കുന്ന പണി കഴിഞ്ഞതോടെ മറ്റൊരമ്മാവൻ കോൺക്രീറ്റ് പണിക്ക് വിളിച്ചു. പ്രായത്തിന്റെ ചെറുപ്പം ഇവൾക്കിതിനും തടസ്സമായില്ല. എല്ലുമുറിയെ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ 17ാം വയസ്സിൽ കരിങ്കല്ല് ചുമന്നു. ബഹുനില കെട്ടിടങ്ങളുടെ മുകളിലേക്ക് വെട്ടുകല്ലും ചുമക്കും. ഈ കാലത്തിനിടയിൽ എന്തൊക്കെ പണിക്ക് പോയി എന്ന് ചോദിച്ചാൽ സ്മിത നെറ്റിയൊന്ന് ചുളിക്കും. കാരണം അത്രയ്ക്ക് പറയാനുണ്ട് ആ ജോലികളെക്കുറിച്ച്. കിട്ടുന്ന പണി എന്തും ചെയ്യും. കൂലിയും അതുപോലെ തന്നെ വേണമെന്നത് സ്മിതയ്ക്ക് നിർബന്ധമാണ്. ജോലിയിലെ ഈ ആണത്തം സ്മിതയുടെ നടപ്പിലുമുണ്ട്. വീട്ടിൽ ലുങ്കിയും ടീഷർട്ടുമാണ് വേഷം. സ്ത്രീകൾ അബലകളായി വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല എന്ന തിരിച്ചറിവാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. TCV ഗുരുവായൂർ. ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. പ്രതിസന്ധികളിൽ തളരാതെ തന്റെ ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിച്ച് മുന്നേറി ഏവർക്കും മാതൃകയാവുകയാണ് ഇളവരശി ജയകാന്ത് എന്ന യുവ സംരംഭക. 2010 പലഹാരങ്ങൾക്ക് മാത്രമായി തൃശൂരിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ഇളവരശി ജയകാന്തിന്റെ ബിസിനസ് സംരംഭം ആരെയും അസൂയപ്പെടുത്തുന്നതായിരുന്നു. 45 വർഷം മുൻപ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും തൃശൂരിലെത്തിയ ഇളവരശിയുടെ കുടുംബം പലഹാര കച്ചവടത്തിലൂടെയാണ് ജീവിതം കെട്ടിപ്പടുക്കുന്നത്. വിവാഹശേഷം ഭർത്താവ് ജയകാന്തുമൊത്ത് പലഹാര കച്ചവടം കൂടുതൽ വിപുലമാക്കി ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ താണ്ടിയ ഇളവരശി 2500 സ്ക്വയർ ഫീറ്റിൽ പൂങ്കുന്നത്ത് പലഹാരങ്ങൾക്ക് മാത്രമായി സൂപ്പർമാർക്കറ്റ് തുടങ്ങി തന്റെ സ്വപ്ന സാഫല്യത്തിലെത്തിയെങ്കിലും അത് അധികം നീണ്ടുനിന്നില്ല. 1 വർഷം തികയും മുൻപ് ബിസിനസ്സിൽ തകർച്ചകൾ തുടങ്ങി. വീട്ടിലെ ഒരു കാറും സ്വർണ്ണാഭരണങ്ങളുമടക്കം നിരവധി വസ്തുക്കൾ മോഷണം പോയി. ബാങ്കിലെ കടവും തിരിച്ചടവുമെല്ലാം മുടക്കം വന്നത് ക്രമേണ ഇളവരശിയുടെ ആരോഗ്യത്തെയും ബാധിച്ചു. അവസാനം സൂപ്പർ മാർക്കറ്റ് പൂട്ടേണ്ടി വന്നു. പിന്നീട് ഒന്നിൽ നിന്നും തുടങ്ങേണ്ട അവസ്ഥയായി.
പ്രതിസന്ധിയിൽ തളരാതെ ഉറച്ച ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ തന്നെ ഇളവരശി തീരുമാനിച്ചു. മണ്ണുത്തി ബൈപ്പാസിൽ ചെറിയ തോതിൽ പലഹാര കച്ചവടം ആരംഭിച്ചുകൊണ്ടായിരുന്നു തിരിച്ചുവരവ്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദിവാൻജി മൂലയിലും പുത്തൻപള്ളിക്ക് പുറകുവശത്തടക്കം 4 കടകളും നിരവധി ജോലിക്കാരുമെല്ലാമായി വീണ്ടും പഴയ പ്രതാപത്തിലെത്തി. വളരെ കഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് ഞങ്ങൾ വന്നിട്ട് ഒരു 45 വർഷത്തോളമായിട്ടുണ്ട്. ഞാൻ ജനിച്ചപ്പോട്ട് കേരളത്തിലാണ്. എന്താ പറയുക, തലയിലൊക്കെ ചുവന്നു പോയി. ഞങ്ങളുടെ കുടുംബസമേതം അങ്ങനെ ഒരു ബിസിനസ്സാണ് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ളത്. ഇവിടെ തൃശ്ശൂർ കുറേ വർഷങ്ങളായി ഞങ്ങൾ ചെയ്യുന്നു. നാടൻ പലഹാരങ്ങളടക്കം നിരവധി പലഹാരങ്ങളും കൂടാതെ ഇപ്പോൾ സ്വന്തം പേരിൽ അച്ചാറും പുറത്തിറക്കി. തന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലമാക്കുകയാണ് ഇളവരശി എന്ന 39-കാരി. കൂട്ടിന് ഭർത്താവ് ജയകാന്തിന്റെ ഉറച്ച പിന്തുണയുമുണ്ട്. വ്യത്യസ്തങ്ങളായ നിരവധി പലഹാരങ്ങളും കൂർക്ക അച്ചാർ, പച്ചക്കുരുമുളകും പച്ചത്തൈരും വാഴപ്പിണ്ടി, ചക്കക്കുരു അച്ചാർ തുടങ്ങി ഇളവരശിയുടെ പരീക്ഷണങ്ങളെല്ലാം വൻ വിജയമായി. ഇപ്പോൾ ബിസിനസ് കുറെ കൂടി വിപുലമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇളവരശി. ഇതിനിടെ നിരവധി അവാർഡുകളും ഈ യുവ സംരംഭകയെ തേടിയെത്തി. വനിതാ ദിനത്തിൽ JCIയുടെ കർമ്മരത്ന അവാർഡ് അടക്കം 4 അവാർഡുകളാണ് ഇളവരശി സ്വീകരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അമേരിക്കയിലെ ഇന്റർനാഷണൽ പീസ് കൗൺസിലിന്റെ മജസ്റ്റിക് ഗ്രാൻഡ് അച്ചീവേഴ്സ് അവാർഡ് സ്വീകരിക്കുന്നതിനായി അടുത്ത മാസം 10-ന് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇളവരശി. ജീവിതത്തിൽ പ്രതിസന്ധികളെയെല്ലാം ഉറച്ച മനോധൈര്യത്തോടെ നേരിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിച്ച് മുന്നേറുന്ന ഇളവരശി ഏവർക്കും മാതൃകയും പ്രചോദനവുമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, തൃശൂർ. ബുദ്ധിയും ആരോഗ്യവുമുള്ള സ്വന്തം മക്കളെ പരിചരിക്കാൻ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ ഈ അധ്യാപികയെ കാണണം. ബുദ്ധിമാന്ദ്യമുള്ള 71 കുട്ടികളെയാണ് കുന്നംകുളം കുറുക്കൻപാറയിലെ ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ NJ ലിസി എന്ന അധ്യാപിക പരിചരിക്കുന്നത്. 1990-ലാണ് ബാലസഹായ സമിതിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിതമായത്. ആ വർഷം തന്നെ ഇവിടെ അധ്യാപികയായി ഗുരുവായൂർ മമ്മിയൂർ സ്വദേശിനിയായ ഈ അധ്യാപിക ജോലിക്കെത്തി. 1980-ൽ മേജർ AV തോമസ്, CV പോൾ എന്നിവരായിരുന്നു ബാലസഹായ സമിതി രൂപീകരിച്ചത്. സമിതി തന്നെ ലിസി ടീച്ചറെ 1 വർഷം നീളുന്ന കോഴ്സിന് സ്പോൺസർ ചെയ്തു. കോഴ്സ് കഴിഞ്ഞെത്തിയപ്പോൾ സ്കൂളിലുണ്ടായിരുന്നത് 4 കുട്ടികളായിരുന്നു. സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ആവശ്യങ്ങൾ എന്തെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ കഴിയാതെ തലച്ചോറിന് വളർച്ച കുറഞ്ഞ കുട്ടികളെ പരിപാലിക്കുന്നത് വെല്ലുവിളിയായിരുന്നെങ്കിലും ടീച്ചർ അവരെ സ്വന്തം മക്കളെ പോലെ തന്നെ കണ്ടു. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭം നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണ്. അത് നന്നായി ഈ കുട്ടികൾക്ക് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശോഭന കണ്ടുകൊണ്ടാണ് ഞങ്ങളത് നടത്തിയിരിക്കുന്നത്. സാധാരണ കുട്ടികൾ 5 വയസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് പരിശീലനം ലഭിച്ചാൽ 20 വയസ്സിനകത്ത് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന ദൗത്യമാണ് ലിസി ടീച്ചർ 29 വർഷങ്ങളായി ചെയ്തു പോരുന്നത്. കുട്ടികളെ പഠനത്തിന് ശേഷം ഉപേക്ഷിക്കുകയല്ല ഇവരുടെ രീതി. അവരെ തൊഴിൽ പഠിപ്പിക്കാനും ഇവിടെ പരിശീലനമുണ്ട്. ബുക്ക് ബൈൻഡിംഗ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 10ഓളം കുട്ടികൾ പരസഹായമില്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്ന് ടീച്ചർ സന്തോഷത്തോടെ ഓർക്കുന്നു. മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന കുട്ടികളെ സ്വന്തമായി കണ്ട് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുക എന്നത് ദൈവികമായ പ്രവൃത്തി തന്നെയാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭർത്താവും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മകനും അടങ്ങുന്നതാണ് ടീച്ചറുടെ കുടുംബം. മരണം വരെ ഇത്തരം കുട്ടികളെ പരിപാലിക്കുക എന്നതാണ് തന്റെ ജീവിതത്തിന്റെ സന്തോഷമെന്നും ടീച്ചർ പറയുന്നു. TCV ന്യൂസ്, കുന്നംകുളം. സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവും വ്യക്തിപരവുമായ ഉന്നമനമാണ് കുടുംബശ്രീ യൂണിറ്റുകൾ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തമാവുകയാണ് കുടുംബശ്രീ വനിതാ കൂട്ടായ്മയിൽ ചാവക്കാട് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ കുടുംബശ്രീ ഹോട്ടലായ കഫേശ്രീ. 2015 ഓഗസ്റ്റിലാണ് ചാവക്കാട് 15 പേരടങ്ങുന്ന കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് കഫേശ്രീ ആരംഭിക്കുന്നത്. നഗരസഭ 35 ലക്ഷം ചെലവഴിച്ച് കെട്ടിടം പണിതു നൽകി. പിന്നീട് സംസ്ഥാന കുടുംബശ്രീ മിഷൻ 15 ലക്ഷം രൂപ ചെലവഴിച്ച് സ്റ്റീമർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നൽകുകയും 10 ലക്ഷം ലോണായി നൽകിയുമാണ് ഇവർ പ്രവർത്തനം ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷൻ ഇവർക്ക് വേണ്ട പരിശീലനവും നൽകി. ചുരുങ്ങിയ ചിലവിൽ മായമില്ലാത്ത നല്ല ഭക്ഷണം നൽകുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇവർക്ക് കൈവരിക്കാനായപ്പോൾ ഇവരുടെ കച്ചവടത്തിലും ആ മാറ്റം കണ്ടു. എല്ലാവരും ഒരേ മനസ്സോടെ നീങ്ങുന്നതാണ് ഈ വിജയത്തിന് കാരണമെന്ന് ഇവർ പറയുന്നു. ഞങ്ങളുടെ ഒത്തൊരുമ സഹകരണം കൊണ്ടാണ് ഈ സംരംഭത്തിന്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ മായമില്ലാത്ത നല്ല ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് ജനങ്ങൾ അതിൽ സംതൃപ്തരാണ്. ഒരു ഹോട്ടൽ എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല, അത്രയും ഒരു കുടുംബപരമായി നടത്തുന്ന ഒരു ഹോട്ടൽ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആൾക്കാർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു അഭിപ്രായമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്.
പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം എന്നിവയാണ് പ്രധാനം. കൂടാതെ ചെട്ടിനാട് കിഴി ബിരിയാണി, കുറ്റി ബിരിയാണി, മീൻ പൊള്ളിച്ചത്, ചിക്കൻ പൊട്ട്, ചിക്കൻ പത്തിരി, കിളിക്കൂട് തുടങ്ങിയ ഇനങ്ങളും ഇവിടത്തെ സ്പെഷ്യൽ വിഭവങ്ങളാണ്. വീട്ടിലേതിന് സമാനമായ ഭക്ഷണം കിട്ടുന്നതാണ് ഇവിടത്തെ പ്രത്യേകതയെന്നും അതുകൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നതെന്നും ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ പറയുന്നു. ഞങ്ങൾ ഡെയിലി ഇവിടെ വരും. കാലത്ത് ഏകദേശം ഒരു 9:15 കൂടിയിട്ടാണ് വരും ഇവിടെ. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരും. എന്നാലും ഇവിടെ വന്നിട്ട് ഒരു ഹോംലി ഫുഡ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. മറ്റുള്ള ഹോട്ടലിൽ നിന്നൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഇതില്ല. ഇവിടെ ഇപ്പോൾ വേറെ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്രിഡ്ജോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് ഇവരുടെ പ്രവർത്തനം. ഭക്ഷണം പാകം ചെയ്യുന്നത് പൂർണ്ണമായി സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയിലും രുചിയിലും വിട്ടുവീഴ്ചയില്ല. സ്ത്രീ ശാക്തീകരണം, സ്വയം പര്യാപ്തത, സമത്വം എന്നിങ്ങനെ നാം ദിവസേന കേൾക്കുന്ന വാക്കുകളും ആശയങ്ങളും പ്രവൃത്തിയിലൂടെ കൈവരിച്ചിരിക്കുകയാണ് അധ്വാനശീലരും ആത്മവിശ്വാസവുമുള്ള ഈ വനിതകൾ. TCB ന്യൂസ്, ചാവക്കാട്. അണയാൻ പോയി അക്ഷര വെളിച്ചത്തെ പുനരുജ്ജീവിപ്പിച്ച പെൺകൂട്ടായ്മ നാടിന്റെ അഭിമാനമാകുന്നു. ചന്ദ്രാപിന്നി ചാമക്കാല വീനസ് വായനശാല ഏറ്റെടുത്ത് നടത്തുന്ന സ്ത്രീ കൂട്ടായ്മയാണ് പുതിയ ചരിത്രം രചിച്ചത്. വനിതാ വായനശാല എന്ന മേൽവിലാസമില്ലെങ്കിലും വായനശാലയുടെ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും സ്ത്രീകളാണ്. പ്രസിഡന്റ് സൈൻഷ്യ ബൈജു, സെക്രട്ടറി ഐഷാബി മുഹമ്മദ് തുടങ്ങി ലൈബ്രറിയൻ വരെയുള്ള 12 പേരും വായനശാലയ്ക്കായി ഒറ്റക്കെട്ടാണ്. 1967 ആണുങ്ങൾ തുടങ്ങിവെച്ച ലൈബ്രറിയിൽ വായനക്കാർ മാത്രമായിരുന്നു വനിതകൾ. പക്ഷേ ലൈബ്രറി ഇല്ലാതാകുമെന്ന ഘട്ടം വന്നപ്പോൾ മറ്റുള്ളവരെ മറികടന്ന് അവർ രംഗത്തെത്തുകയായിരുന്നു. 2012 ലൈബ്രറിക്ക് പുതിയ കെട്ടിടം വന്നത്. പക്ഷേ കെട്ടിടം ഉണ്ടായപ്പോഴേക്കും സാമ്പത്തിക പരാധീനത ലൈബ്രറിയെ തളർത്തിയിരുന്നു. അങ്ങനെ C ഗ്രേഡ് ലൈബ്രറി D ഗ്രേഡിലേക്ക് മൂക്കുകുത്തി. ഇതോടെ വായനശാലയുടെ പ്രവർത്തനം ജില്ലാ ലൈബ്രറി കൌൺസിലിനെ ഏൽപ്പിക്കാനായി ഭരണസമിതി തീരുമാനം. ഈ സമയത്താണ് ഒരു കൂട്ടം വീട്ടമ്മമാർ വീനസിന്റെ രക്ഷകരായെത്തിയത്. 3 വാർഡുകളിലെ കുടുംബശ്രീ അംഗങ്ങളായ വിവിധ പ്രായത്തിലുള്ള 11 പേർ ഭരണസാരഥ്യം ഏറ്റെടുത്തു. ലൈബ്രറി കൌൺസിലിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും മുൻകാല പ്രവർത്തകരുടെയും പിന്തുണ കൂടിയായപ്പോൾ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടി. 1 വർഷത്തിനുള്ളിൽ തന്നെ വനിതാവേദി, ബാലവേദി, യുവജനവേദി തുടങ്ങി വായനശാല സ്വന്തമാക്കിയ നേട്ടങ്ങൾ നിരവധിയാണ്. ഇടയ്ക്കിടെ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളിലൂടെയും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വായനശാലയ്ക്ക് കഴിഞ്ഞു. സ്ഥിരം അംഗങ്ങൾ ഉൾപ്പെടെ 160 പേരോളം കരുത്തു പകരാൻ കൂടെയുണ്ട്. പ്രവർത്തന മികവിന് അംഗീകാരമെന്നോണം നഷ്ടമായ C ഗ്രേഡ് തിരിച്ചുകിട്ടി. 50 വയസ്സ് പിന്നിട്ട വായനശാലയിൽ പുസ്തകശേഖരം 8000 കവിഞ്ഞു. വായനശാലയോട് ചേർന്ന് ഫാമിലി കൌൺസിലിംഗിനുള്ള മുറിയും സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ തന്നെ ആദ്യ സംരംഭമാണിത്. വയോജനങ്ങളിൽ 85 പേർ വായനശാലയിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇവർക്ക് പകൽ വീട് ഒരുക്കാനുള്ള ശ്രമത്തിലാണെന്ന് സെക്രട്ടറി ഐഷാബി മുഹമ്മദ് പറഞ്ഞു. വായനശാലയുടെ പ്രവർത്തനത്തിൽ വയോജനവേദി, വനിതാവേദി, അതുപോലെ തന്നെ ബാലവേദി, യുവജനവേദി, ഇങ്ങനെ വേദികൾ ഓരോ മാസം ഓരോ പ്രവർത്തനം നടത്തേണ്ടത് കൊണ്ടാണ് പുരുഷന്മാർക്ക് ഇത് നടത്തി പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ സ്ത്രീകൾ എന്നുള്ള കുടുംബശ്രീയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇല്ല. ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ വർഷം ഗ്രേഡേഷൻ നടത്തിയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഗ്രേഡ് തിരിച്ചു കിട്ടി. അക്ഷരമറിയാത്തവർക്ക് തുല്യതാ പഠനം, വായനശാലയിൽ എത്താൻ കഴിയാത്തവർക്ക് പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ച് നൽകൽ തുടങ്ങി പ്രവർത്തനങ്ങൾക്ക് അവസാനമില്ല. ഇടയ്ക്കിടെ നടത്തുന്ന പരിപാടികളിൽ സാമ്പത്തിക ബാധ്യത വരുന്നതൊഴിച്ചാൽ വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തരാണെന്ന് 64-കാരിയായ മുതിർന്ന ഭരണസമിതി അംഗം സുഹ്ര അബ്ദു ചാരിതാർത്ഥ്യത്തോടെ പറയുന്നു. വായനശാല ഇത്രയും വളർന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കളായി, എൻ്റെ പേരക്കുട്ടികളായി അവരൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നു. ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ തന്നെ അന്നേ ദിവാരം മാഷാണ് അതിനായിട്ട് വേണ്ടി എങ്ങനെ ഒരു വായനശാല ഉണ്ടായത്. കാരണം ഇപ്പോൾ ആ വായനശാല ഇത്രയും വളർന്നത് വളരെ സന്തോഷം. അസ്തമിക്കുന്ന അക്ഷര വെളിച്ചങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ഇത്തരം സ്ത്രീ കൂട്ടായ്മകൾ സമൂഹത്തിന് മാതൃകയാവുകയാണ്. TCV ന്യൂസ്, കയ്പമംഗലം. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ.
വാർത്തയിലേക്ക് വീണ്ടും. വടക്കേക്കാട് മുക്കിലപ്പീടിക കല്ലുങ്ങൽ റോഡിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് വിധി. വടക്കേക്കാട് കാഞ്ഞിരപ്പള്ളി ഫാജിദ്, സഹോദരൻ ഫൈസൽ, വൈലത്തൂർ നാരായണത്ത് അബ്ദുൽ ഖയ്യം, വൈലത്തൂർ ഞമനേങ്ങാട് വെള്ളത്തടത്തിൽ കരീം എന്നിവരെയാണ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി KN ഹരികുമാർ ശിക്ഷിച്ചത്. 2014 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. വടക്കേക്കാട് പൂക്കയിൽ അസീഖിനെ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KB സുനിൽകുമാർ ഹാജരായി. സ്കൂൾ വിദ്യാർത്ഥിക്ക് ഓട്ടോയിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റു. പഴവിൽ ഗോകുലം സ്കൂളിലെ UKG വിദ്യാർത്ഥിയായ 6 വയസ്സുള്ള ധനുഷാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ വിട്ട ശേഷം വാളമുക്കിലുള്ള വീട്ടിലേക്ക് ധനുഷ് വന്നിരുന്ന ഓട്ടോയിൽ 3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര മേനോൻ ഷെഡിന് സമീപത്ത് വെച്ച് ഓട്ടോ ടാക്സിയുടെ വാതിൽ തുറന്ന് ധനുഷ് തെറിച്ചു പോവുകയായിരുന്നു. വാളമുക്ക് നെടുന്തടത്ത് വീട്ടിൽ ഷിബിയുടെ മകനാണ് ധനുഷ്. തെറിച്ചു വീണ ധനുഷിന്റെ ചെവിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായതായി പറയുന്നു. കുട്ടിയെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും ഗ്രന്ഥശാലകൾക്കുള്ള ഫർണിച്ചർ വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം നടന്നുവരുന്ന 174 വീടുകളിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തീകരിച്ച 94 വീടുകളുടെ താക്കോൽ ദാനമാണ് നടന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M പത്മിനി താക്കോൽ ദാനം നിർവഹിച്ചു. കാരളം സ്വദേശി പുത്തൂർത്തോട്ടം സഹദേവൻ ആദ്യ താക്കോൽ ഏറ്റുവാങ്ങി. ഗ്രന്ഥശാലകൾക്ക് 50,000 രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. ആദ്യഘട്ടം 30 ഗ്രന്ഥശാലകൾക്കുള്ള 15 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്തു. ജില്ലയെ ബാലസൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി 38 അംഗനവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി TS മജീദ്, വികസനകാര്യ ചെയർപേഴ്സൺ ജെന്നി ജോസഫ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ, മുൻ പ്രസിഡന്റ് ഷീല വിജയകുമാർ, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി KN ഹരി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഏതെങ്കിലും മതവിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിന്റെ കേരള ചർച്ച് ബിൽ 2019 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KPCC ന്യൂനപക്ഷ വകുപ്പ് തൃശൂർ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. KPCC ന്യൂനപക്ഷ വകുപ്പ് സംസ്ഥാന ചെയർമാൻ KK കൊച്ചു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ചെയർമാൻ നൌഷാദ് ആറ്റുവളപ്പിൽ, സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ 2 കടകളിൽ മോഷണം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ബിൽഡിംഗിലെ ലീ ഗ്രാൻഡ് കൂൾബാർ, ഏഞ്ചൽ മെഡിക്കൽസ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് തകർത്തകത്ത് കടന്ന മോഷ്ടാവ് കൂൾബാറിൽ നിന്ന് 5000 രൂപയും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മൊബൈൽ ഫോണും കവർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ചിമ്മിനി ഉൾക്കാടുകളിൽ വനം വകുപ്പ് പരിശോധന കർശനമാക്കി. ചാലക്കുടിയിൽ ഇന്നസെന്റ് MP തന്നെ മത്സരിക്കും. ഒരവസരം കൂടി നൽകാൻ CPM സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനം. വീണ്ടും ജനവിധി തേടിയാൽ ജയം ഉറപ്പെന്ന ഇന്നസെന്റ്. പാലപ്പിള്ളി കൊച്ചിൻ മലബാർ കമ്പനിയുടെ ചിമ്മിനി ഹെഡ് ഓഫീസ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചു. ശമ്പളം ഗഡുക്കളായി നൽകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ജില്ലാ സഹകരണ ബാങ്കിനെ സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം. 3ൽ 2 ഭൂരിപക്ഷത്തോടെയാണ് ലയന പ്രമേയം അംഗീകാരം നേടിയത്. തൃശൂർ നഗരത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ അംഗീകാരം. സംയുക്ത പരിശോധനയ്ക്ക് ശേഷം 20-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ യോഗത്തിൽ ധാരണ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.